ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് LDCയുടെ ഷുവർ ഷോർട്ട് കാര്യങ്ങളാണ് അല്ലെ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളിലേക്ക് ഒരു ഒറ്റ നോട്ടമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സബ്ജക്റ്റിലെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള SCRT ഭാഗങ്ങളാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം അല്ലേ, LDC ആണെങ്കിലും ഏത് PSC എക്സാം എടുത്തു കഴിഞ്ഞാലും അതിൽ SCRT ടെക്സ്റ്റ് ബുക്ക് ആണ് അവരെ അടിസ്ഥാനമാക്കി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തന്നിരിക്കുന്ന എല്ലാ സബ്ജക്റ്റിന്റെയും അടിസ്ഥാനപരമായി PSC എന്താണ് ഉദ്ദേശിക്കുന്നത്? SCRT ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളായിരിക്കും ഉദ്ദേശിക്കുക. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഷുവർ ഷോട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ ഒരു ക്ലാസ് ഫിസിക്സിന്റെ ക്ലാസ് ഫസ്റ്റ് വൺ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു പോയി. ആൻഡ് ദെൻ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? അതിന്റെ ബാലൻസ് പോർഷനിലേക്ക് പോവുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ബലമാണ് കേട്ടോ. ബലങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ദ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നിരിക്കുന്നു. അപ്പൊ അതിനു മുമ്പ് നമുക്ക് പ്ലവക്ഷമ ബലം എന്താണെന്നൊന്ന് പറഞ്ഞു പോകാം. എന്താണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്? ഒരു വസ്തു ദ്രവ്യത്തില് എന്താണ് ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം എന്ത് ചെയ്യും? വസ്തുവിന്മേലേക്ക് ഒരു ബലം പ്രയോഗിക്കും. ഈ ഒരു ബലത്തെയാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. എന്താ നമ്മൾ പറഞ്ഞത്? ഒരു വസ്തു ദ്രവത്തിൽ ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ മുങ്ങിയിരിക്കുമ്പോൾ ആ ദ്രവം വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ് എന്ന് പറയുന്നത് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. അപ്പോ ഈ പ്ലവക്ഷമ ബലത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയായിരിക്കും ഈ ഒരു പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ദ്രാവകത്തിന്റെ സാന്ദ്രത പ്ലവക്ഷമ ബലത്തിനെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അതുപോലെ തന്നെ വസ്തുവിന്റെ വ്യാപ്തവും എന്തിനെ സ്വാധീനിക്കുന്നുണ്ട്? പ്ലവക്ഷമ ബലത്തിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇനി ഈ ഒരു പ്ലവക്ഷമ ബലത്തിന്റെ ഉദാഹരണം പറയാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അതായത് ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിലൂടെ ഉയർന്നു പറക്കുന്നു. എന്താണ് ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിലൂടെ ഉയർന്നു പറക്കുന്നത്? എന്തിനു ഉദാഹരണമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം? പ്ലവക്ഷമ ബലത്തിന്റെ ഉദാഹരണമായി നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ് എന്താണ്? മണ്ണെണ്ണയും ജലവും ഒരു പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാല് മണ്ണെണ്ണ ജലത്തിന് മുകളിലാണ് പൊങ്ങി നിൽക്കുന്നത്. അതിന് കാരണം എന്താണ്? മണ്ണെണ്ണയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതിനാലാണ് അല്ലെ. വസ്തുവിന്റെ അല്ലെ ദ്രാവകത്തിന്റെ സാന്ദ്രതയാണ് അവിടെ ഘടകമായിട്ട് വന്നിരിക്കുന്നത്. മണ്ണെണ്ണയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവാണ് എന്നതുകൊണ്ടാണ് മണ്ണെണ്ണ എന്ത് ചെയ്യുന്നത്? വെള്ളത്തിന് മുകളിലായിട്ട് പൊങ്ങി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോ അടുത്ത നമുക്ക് ആർക്കിമിഡീസ് തത്വം എന്താണെന്ന് പറയാം. എന്താണ് ആർക്കിമിഡീസ് തത്വം എന്ന് പറയുന്നത്? ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്നതാണ് പറയുന്നത് കേട്ടോ. ആ ഒരു പ്ലവക്ഷമ ബലം എന്തിനു തുല്യമായിരിക്കും? ആ ഒരു ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്ന് പ്രസ്താവിക്കുന്ന തത്വമാണ് ആർക്കിമിഡീസ് തത്വം എന്ന് പറയുന്നത്. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന ബലം അല്ലെ, അത് പ്ലവക്ഷമ ബലം എന്ത് ചെയ്യുന്നു? ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്ന് പ്രസ്താവിച്ചത് ആരാണ്? അത് ആർക്കിമിഡീസ് ആണ് കേട്ടോ. ആരാണ്? ആർക്കിമിഡീസ് ആണ്. 212 BC രണ്ടാം പ്യൂണിക് യുദ്ധത്തിൽ വധിക്കപ്പെട്ട ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ആര്? ആരാണ്? അത് ഈ ആർക്കിമിഡീസ് ആണ് കേട്ടോ. ആരാണ്? ആർക്കിമിഡീസ് ആണ്. 212 BC രണ്ടാം പ്യൂണിക് യുദ്ധത്തിൽ വധിക്കപ്പെട്ട ഇറ്റാലിയൻ ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെ നമ്മൾ പറയാ? അത് ആർക്കിമിഡീസ് ആണ് എന്നുള്ളതോടെ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ബലം ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലവന തത്വമാണ് കേട്ടോ. എന്താണ്? പ്ലവന തത്വമാണ്. പ്ലവന തത്വം എന്താണ്? പ്ലവന തത്വം നമുക്ക് നോക്കാം. ഒരു വസ്തു ദ്രവ്യത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ എന്താണ്? പൊങ്ങിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വസ്തുവിന്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരവും തുല്യമായിരിക്കും. വസ്തുവിന്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരവും തുല്യമായിരിക്കും എന്നാണ് ഏത് തത്വത്തിൽ പറയുന്നത്? പ്ലവന തത്വത്തിൽ പറയുന്നത്. ഒരു വസ്തു ദ്രവത്തില് പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിന്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരവും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. കിട്ടിയോ? And then
എന്താ പറയുന്നത്? ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ വ്യാപ്തം വസ്തുവിന്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. ഓക്കെ, ഭാരം അതിന് തുല്യമാണ് എന്നതുപോലെ തന്നെ ദ്രവത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് വസ്തുവിന്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും എന്നാണ് ഈ ഒരു തത്വത്തില് പറയുന്നത്. ഓക്കെ അല്ലേ? കിട്ടിയോ? അടുത്തതിലേക്ക് പോകാം നമുക്ക്. And the next one, ആപേക്ഷിക സാന്ദ്രത എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. വസ്തുവിന്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ജലത്തിന്റെ സാന്ദ്രതയാണ് ഇതെന്ന് പറയുന്നത് ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. അതായത് വസ്തുവിന്റെ സാന്ദ്രതയെയും ജലത്തിന്റെ സാന്ദ്രതയെയും ബന്ധിപ്പിക്കുന്ന ആനുപാതിക സംഖ്യ എന്ന് നമുക്ക് പറയാം. എങ്ങനെ പറയാം? വസ്തുവിന്റെ സാന്ദ്രതയെയും അതുപോലെ തന്നെ ജലത്തിന്റെ സാന്ദ്രതയെയും ബന്ധിപ്പിക്കുന്ന ആനുപാതിക സംഖ്യയാണ് ഏതെന്ന് പറയുന്നത് ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത് കേട്ടോ. ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത്. ഇനി ജലത്തിന്റെ സാന്ദ്രത എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് അല്ലെ. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് ഒരു ചോദ്യം വന്നിട്ടുള്ളതാണ്. അപ്പൊ ജലത്തിന്റെ സാന്ദ്രതയും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതൊന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. അടുത്തത്, ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഉണ്ടോ? യൂണിറ്റ് ഉണ്ടോ ആപേക്ഷിക സാന്ദ്രതയ്ക്ക്? ആപേക്ഷിക സാന്ദ്രതയ്ക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല. ആപേക്ഷിക സാന്ദ്രതയ്ക്ക് എന്തില്ല? യൂണിറ്റ് ഇല്ല. അതുകൂടെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഇല്ല. അപ്പൊ ആ കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ജലത്തിന്റെ സാന്ദ്രത എത്രയാണെന്ന് നമ്മൾ പറഞ്ഞത് 1000 ആണ് അല്ലെ. 1000 ആണ്. അതുപോലെ തന്നെ മണ്ണെണ്ണയാകുമ്പോഴോ മണ്ണെണ്ണയുടെ സാന്ദ്രത എത്രയാണ്? അത് 810 ആണ് കേട്ടോ. 810 ആണ്. ആരുടെയാണ്? മണ്ണെണ്ണയുടെ 810 ആണ്. ടെക്സ്റ്റ് ബുക്ക് മെൻഷൻ ആയതുകൊണ്ടാണ് അത് ആവർത്തിച്ചെന്ന് പറയുന്നത് കേട്ടോ. ഉപ്പുവെള്ളം ആകുമ്പോഴോ ഉപ്പ് വെള്ളമാകുമ്പോൾ 1025 ആണ് കേട്ടോ. ഉപ്പുവെള്ളം ആകുമ്പോൾ എത്രയാണ്? 1025 ആണ് കേട്ടോ. 1025 ആണ് ഏതെന്ന് പറയുന്നത് ഉപ്പുവെള്ളത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നത്. ഏകദേശമാണ് പറയുന്നത് കേട്ടോ. ഏകദേശമാണ് പറയുന്നത്. മനസ്സിലാക്കി വെക്കുക. ജലം 1000 ആണ് എന്നുണ്ടെങ്കിൽ മണ്ണെണ്ണ 810, ഉപ്പുവെള്ളം 1025 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. കിട്ടിയല്ലോ? ഓക്കെ അല്ലേ? ആൻഡ് ദെൻ നമ്മൾ ഓടി പോകാനേ പറ്റൂ. കാര്യം എന്താണ്? ഇതൊരു റിവിഷൻ സെഗ്മെന്റ് ആയിട്ട് കരുതുക. ഫൈൻ. ആൻഡ് ദെൻ അടുത്ത് നോക്കിക്കേ. ഒരു ദ്രാവകത്തിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അത് ഹൈഡ്രോമീറ്റർ ആണ് കേട്ടോ. ഒരു ദ്രാവകത്തിന്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ. പാലിലെ ജലത്തിന്റെ തോത്, പാലിൽ എത്ര ജലം അടങ്ങിയിരിക്കുന്നു എന്ന് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അത് ലാക്ടോമീറ്റർ ആണ്. പാലിലെ ജലത്തിന്റെ തോത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അത് ലാക്ടോമീറ്റർ ആണ്. അത് ഈ രണ്ട് കാര്യങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മെൻഷൻ ആണ്. അല്ലാതെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. എന്നാലും ടെക്സ്റ്റ് ബുക്കിൽ കൂടി പറയുന്നത് കൊണ്ട് നമ്മൾ ആ ഒരു സീരിയസ്നെസ്സോട് കൂടി കാണുക കേട്ടോ. ഹൈഡ്രോമീറ്റർ എന്താണ്, അതുപോലെ തന്നെ ലാക്ടോമീറ്റർ എന്താണെന്ന് കൂടി അറിഞ്ഞിരിക്കുക കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മണ്ണെണ്ണയുടെ കേസ് ഒക്കെ പറഞ്ഞതുപോലെ പെട്രോൾ ജലത്തിൽ പൊങ്ങിക്കിടക്കാണ് അല്ലെ. പെട്രോൾ ജലത്തിന് മുകളിൽ പരക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അവിടെയും പെട്രോളിന് ജലത്തേക്കാൾ സാന്ദ്രത കുറവായത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. പെട്രോളിന് ജലത്തേക്കാൾ സാന്ദ്രത കുറവായത് കൊണ്ടാണ് പെട്രോൾ ജലത്തിന് മുകളിൽ പരന്ന് നിൽക്കുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മഞ്ഞുകട്ട അത് വെള്ളത്തിന്റെ മുകളിൽ എന്ത് ചെയ്യാണ്? പൊങ്ങിക്കിടക്കുകയാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? മഞ്ഞുകട്ടയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതിനാലാണ്. മഞ്ഞുകട്ടയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതിനാലാണ് ഇവിടെയും അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ. ഇവിടെ എന്ത് ചെയ്യുന്നത്? അങ്ങനെ സംഭവിക്കുന്നത്. ഇനി വേറൊരു രീതിയിൽ സാന്ദ്രതയുടെ കേസ് പറയുകയാണെങ്കിൽ കടൽ ജലത്തില് ശുദ്ധജലത്തേക്കാൾ എളുപ്പത്തിൽ നീന്താൻ കഴിയും എന്ന് പറയുന്നത്. എന്താണ്? കടൽ വെള്ളത്തില് ശുദ്ധജലത്തിൽ നീന്തുന്നതിനേക്കാൾ എളുപ്പത്തിൽ നീന്താൻ കഴിയും. കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ ഈ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് കടൽ ജലത്തിന് ശുദ്ധജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ്. കടൽ ജലത്തിന് ശുദ്ധജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം എന്താണ്? നമ്മളൊരു എക്സാമ്പിൾ പോലെ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. മനസ്സിലാക്കി തന്നെ വെക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ഇനി ജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്ന താപനില എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്ന താപനില എത്രയാണത്? അത് 4 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. ജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്ന താപനില എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്.
ഇനി ജലത്തിന് പരമാവധി വ്യാപ്തം ലഭിക്കുന്ന താപനില. ഓക്കെ, വ്യാപ്തം ലഭിക്കുന്ന താപനില ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് 0 ആണ് കേട്ടോ. 0 ഡിഗ്രി സെൽഷ്യസിലാണ്. ഏറ്റവും കൂടുതൽ ജലത്തിന് പരമാവധി സാന്ദ്രത ലഭിക്കുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ് ആണ് എങ്കിൽ ജലത്തിന് പരമാവധി വ്യാപ്തം ലഭിക്കുന്ന താപനില എത്രയാണ്? അത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നുകൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. ക്ലിയർ ആയില്ലേ? അപ്പൊ അടുത്തിലേക്ക് പോകാം നമുക്ക്. അടുത്ത നോക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാസ്കൽ നിയമമാണ് കേട്ടോ. എന്താണ് നമ്മൾ പറയുന്നത്? പാസ്കൽ നിയമമാണ്. 1647 അറിയപ്പെടുന്ന ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞനും ഭൗതിക ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ ബ്ലെയ്സ് പാസ്കൽ ആണ് ഈ ഒരു നിയമം നൽകിയത് അല്ലെ, ഈ ഒരു നിയമം കൊണ്ടുവന്നത്. എന്താണ് ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നിശ്ചലാവസ്ഥയിലുള്ള ഏതെങ്കിലും ഒരു ദ്രാവകത്തില്, നിശ്ചലമായി കിടക്കുന്ന ഏതെങ്കിലും ഒരു ദ്രാവകത്തില് ഒരു മർദ്ദം ചെലുത്തുന്ന ഈ മർദ്ദം എല്ലാ ദിശകളിലേക്കും തുല്യമായാണ് വ്യാപിക്കുന്നത്. എല്ലാ ദിശകളിലും തുല്യമാണ് എന്നുള്ളതാണ് എന്ത് പറയുന്നത്? ഈ ഒരു നിയമത്തിൽ പറയുന്നത്. കിട്ടിയോ? എന്താണ് പറയുന്നത്? അതായത് ഒരു നിശ്ചലമായിരിക്കുന്ന ഒരു ദ്രാവകത്തിലേക്ക് നമ്മൾ ഒരു മർദ്ദം പ്രയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ മർദ്ദം ദ്രാവകത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ അനുഭവപ്പെടും എന്നാണ് ഈ ഒരു നിയമത്തിൽ പ്രസ്താവിക്കുന്നത്. കിട്ടിയല്ലോ? ഓക്കെ അല്ലേ? ഇനി അതുപോലെ തന്നെ എക്സാമ്പിൾ, ഈ ഒരു നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പറയാം? നോക്കിക്കേ, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് പ്രസ്, ഇവയെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ്? ഈ പാസ്കൽ നിയമത്തെ അടിസ്ഥാനമാക്കി. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പാസ്കൽ നിയമത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ബ്രേക്ക്, അതുപോലെ തന്നെ ഹൈഡ്രോളിക് പ്രസ് എന്നിവ പ്രവർത്തിക്കുന്നത് ഏത് നിയമത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ്? അത് പാസ്കൽ നിയമത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ളതാണ് കേട്ടോ. പാസ്കൽ നിയമത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. കിട്ടിയല്ലോ? പാസ്കൽ നിയമത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ ആരെ എഴുതണം? അത് ബ്ലെയ്സ് പാസ്കൽ ആണ് എന്ന് എഴുതുക കേട്ടോ. ആരാണ് പാസ്കൽ നിയമത്തിന്റെ ഉപജ്ഞാതാവ്? അപ്പൊ ആരാണ്? അത് ബ്ലെയ്സ് പാസ്കൽ ആണ് അല്ലെ. ബ്ലെയ്സ് പാസ്കൽ ആണ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി കണക്കുകൂട്ടൽ യന്ത്രമായിട്ടുള്ള പാസ്കൽസ് കാൽക്കുലേറ്റർ കണ്ടുപിടിച്ചത് ഇദ്ദേഹം തന്നെയാണ് കേട്ടോ. കണക്കുകൂട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന കണക്കുകൂട്ടൽ യന്ത്രമായിട്ടുള്ള പാസ്കൽസ് കാൽക്കുലേറ്റർ ആരാണ് കണ്ടുപിടിച്ചത്? അത് ഈ ബ്ലെയ്സ് പാസ്കൽ ആണ്. കണക്കുകൂട്ടൽ യന്ത്രമായ പാസ്കൽസ് കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച വ്യക്തിയും ബ്ലെയ്സ് പാസ്കൽ ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് വൺ ഡിസ്കസ് ചെയ്യുന്നത് കേശികത്വമാണ് കേട്ടോ. എന്താണ്? കേശികത്വമാണ്. കേശികത്വം. അപ്പൊ എന്താണ് ഈ കേശികത്വം? നോക്കിക്കേ, ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് ഏതെന്ന് പറയുന്നത്? കേശികത്വം എന്ന് പറയുന്നത്. ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ എന്ത് ചെയ്യാണ്? സ്വാഭാവികമായി ഉയരുകയും താഴുകയും ചെയ്യുന്ന, ഒന്നുകിൽ ഉയരാം അല്ലെങ്കിൽ താഴാം അല്ലെ, ഇത്തരത്തിൽ നടക്കുന്ന പ്രതിഭാസത്തെയാണ് എന്തെന്ന് പറയുന്നത്? കേശികത്വം എന്ന് പറയുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് എതിരായി ജലം മുകളിലേക്ക് ഉയർന്നു വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കേശിക ഉയർച്ച കേട്ടോ. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് എതിരെ ഓപ്പോസിറ്റ് ആയിട്ട് ജലം മുകളിലേക്ക് ഉയർന്നു നിൽക്കുകയാണ് എങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? കാപ്പിലറി റൈസ് അല്ലെങ്കിൽ കേശിക ഉയർച്ച എന്ന് പറയാം കേട്ടോ. കേശിക ഉയർച്ച എന്ന് പറയാം. ഇനി നമുക്ക് നോക്കാം. അടുത്തത്, നേരിയ വണ്ണമുള്ള കുഴലുകളിൽ കേശിക ഉയർച്ച വളരെ കൂടുതലായിരിക്കും. നേരിയ വണ്ണമുള്ള കുഴലുകളിലാണെങ്കിൽ കേശിക ഈ ഉയർച്ച എന്ന് പറയുന്നത്, അല്ലാതെ ഉയരത്തിലേക്ക് വരുന്നത് അല്ലെ, മുകളിലേക്ക് ഉയർന്നു വരുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും എന്നുള്ളതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി കേശിക താഴ്ച അപ്പൊ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്തായിരിക്കും? ജലം താഴേക്ക് നിൽക്കുന്നതാണ് അല്ലെ, താഴേക്ക് താഴ്ന്നു പോകുന്നതാണ് ഏതെന്ന് പറയുന്നത്? കേശിക താഴ്ച എന്ന് പറയുന്നത് കേട്ടോ. കാപ്പിലറി ഡിപ്രഷൻ എന്ന് പറയുന്നത്. ജലം താഴേക്ക് താഴ്ന്നു നിൽക്കുന്നതാണ് കേശിക താഴ്ച എന്ന് പറയുന്നത്. ഇനി അടുത്തതിലേക്ക് പോകാം നമുക്ക്. നെക്സ്റ്റ് വൺ നമ്മൾ പ്രതല ബലമാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. എന്താ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? പ്രതല ബലമാണ്. ആൻഡ് ദെൻ അതുപോലെ തന്നെ ഈ കേശിക താഴ്ചയുടെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ആ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കേശിക താഴ്ച കാണിക്കുന്ന ദ്രാവകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെ എഴുതാം? മെർക്കുറി എഴുതാം കേട്ടോ. കേശിക താഴ്ച കാണിക്കുന്ന ദ്രാവകമാണ് ഏതെന്ന് പറയുന്നത്? മെർക്കുറി എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ചില ഉദാഹരണങ്ങൾ നമുക്ക് പറയാനാണെങ്കിൽ പറയാം. കേശികത്തിന് ഉദാഹരണങ്ങൾ എന്തൊക്കെ പറയാം നമുക്ക്?
വിളക്ക് തിരി എണ്ണയെ വലിച്ചെടുക്കുന്നത് എന്തിനുദാഹരണമാണ്? കേശികത്വത്തിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ഈ ചുമരുകളില് മഴക്കാലത്ത് ഒരു റൗണ്ടിലൊക്കെ ഇങ്ങനെ വെള്ളം പിടിച്ച് വയ്ക്കുന്നതായിട്ട് വരത്തില്ലേ, നനവ് ഇങ്ങനെ പടർന്ന് വരുന്നതായിട്ട് വരില്ലേ? അപ്പൊ ഇതുമെല്ലാം കേശികത്വത്തിന് ഉദാഹരണമാണ് കേട്ടോ. വിളക്ക് തിരി എണ്ണയെ വലിച്ചെടുക്കുന്നത്, ചുമരുകളില് മഴക്കാലത്ത് നനവ് പടരുന്നത്, അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, കോട്ടൺ തുണി കൊണ്ട് നമ്മൾ വിയർപ്പൊപ്പി എടുക്കുന്നത് അല്ലെ, അത് അന്നേരം നല്ലോണം എന്ത് ചെയ്യും, വലിച്ചെടുക്കും. കോട്ടൺ തുണി കൊണ്ട് വിയർപ്പൊപ്പി എടുക്കുന്നതും എല്ലാം എന്തിനു ഉദാഹരണമായിട്ട് നമുക്ക് കാണാം? കേശികത്വത്തിന് ഉദാഹരണമാണ് എന്നുകൂടെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഉദാഹരണങ്ങളാണ്, അതുകൊണ്ട് തന്നെ അതൊന്ന് നന്നായി നോക്കുക. അടുത്ത് നോക്കിക്കേ, നമ്മൾ പറയുന്നത് പ്രതല ബലമാണ് കേട്ടോ. പ്രതല ബലം എന്താണ്? അതായത് ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലോപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നതാണ് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രതല ബലം അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് അല്ലെ. ദ്രാവകത്തിന്റെ ഉപരിതലം അതിന്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ ഉളവാക്കുന്ന ബലമാണ് ഏതെന്ന് പറയുന്നത്? പ്രതല ബലം എന്ന് പറയുന്നത്. അതിന്റെ വിസ്തൃതിയെ പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രയോഗിക്കുന്ന ബലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെ എഴുതുക? പ്രതല ബലം എന്ന് എഴുതുക. എന്തൊക്കെയാ നമുക്ക് പറയാൻ പറ്റുന്നത്? ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലോപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നത് അറിയപ്പെടുന്നത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ബലം കൊണ്ടാണ് ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്നത്? പ്രതല ബലം കൊണ്ടാണ്. അതുപോലെ തന്നെ ദ്രാവകത്തിന്റെ ഉപരിതലം അതിന്റെ വിസ്തീർണത്തെ പരമാവധി കുറയ്ക്കാനുള്ള ബലം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെയാണ്? അവിടെ പ്രതല ബലമാണ് നമ്മൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത് കേട്ടോ. അവിടെ നമ്മൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത് എന്താണ്? പ്രതല ബലമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മഴത്തുള്ളികൾ ഗോളാകൃതിയിലായിരിക്കാൻ കാരണം എന്ത്? മഴത്തുള്ളികൾ ഏതാകൃതിയാണ്? ഗോളാകൃതിയാണ്. ഇങ്ങനെ മഴത്തുള്ളികൾ ഗോളാകൃതിയിൽ ഇരിക്കാൻ കാരണം എന്ത് തന്നെയാണ്? ഈ പ്രതലബലം കൊണ്ടാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം അല്ലെ. മഴത്തുള്ളികൾക്ക് ഗോളാകൃതിയാണ്, ഇതിന് കാരണം എന്താണ്? ഇതിന് കാരണം പ്രതലബലമാണ്. അതുപോലെ തന്നെ ദ്രാവക തുള്ളികളാണെങ്കിലും കുമിളകളാണെങ്കിലും ഏതാകൃതി തന്നെയാണ്? ഗോളാകൃതിയാണ്. ഈ ഗോളാകൃതി ആയിരിക്കാനും കാരണം എന്ത് തന്നെയാണ്? പ്രതലബലം തന്നെയാണ് കേട്ടോ. പ്രതലബലം തന്നെയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ അടുത്തൊരു പോയിന്റ് പറയാനാണെങ്കിൽ നോക്കിക്കേ, ഈ ചെറിയ ചില ജീവികള് എന്ത് ചെയ്യുന്നുണ്ട്? ഈ നമ്മുടെ തോടോ കായലോ വെള്ളമോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ കൂടി ഇങ്ങനെ ചാടി നടക്കുന്നതാണ് അല്ലെ. അത് താന്നു പോകുന്നുണ്ടോ? അത് താന്നു പോകുന്നില്ല. താന്നു പോകാതെ അതിന്റെ മുകളിൽ ഇങ്ങനെ ചാടി കളിച്ചു പോകാനായിട്ട് പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ ഷഡ്പദങ്ങൾക്ക് ജലോപരിതലത്തിൽ നടക്കാനും ഇരിക്കാനും അല്ലെങ്കിൽ ചാടാനും ഒക്കെ സാധിക്കുന്നതിന് കാരണമായ ബലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് തന്നെയാണ് എഴുതേണ്ടത്? അവിടെ നമ്മൾ പ്രതല ബലമാണ് എഴുതേണ്ടത് കേട്ടോ. സർഫസ് ടെൻഷൻ ആണ് എഴുതേണ്ടത്. ഷഡ്പദങ്ങൾക്ക് ജലോപരിതലത്തിൽ നടക്കാനും ഇരിക്കാനും സാധിക്കുന്നതിന് കാരണമായ ബലമേത്? അത് എന്ത് ബലമാണ്? അത് പ്രതല ബലമാണ്. അത് ഏത് ബലമാണ്? അത് പ്രതല ബലമാണ് എന്നോട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഏതാണ്? അത് പ്രതല ബലമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നമുക്ക് പറയാം എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് ലായനിക്ക് ജലത്തിന്റെ പ്രതല ബലത്തിനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് കൂടി ഒന്ന് മനസ്സിലാക്കുക. സോപ്പ് വെള്ളം എടുക്കുകയാണെങ്കിൽ ആ സോപ്പ് വെള്ളത്തിന് ഈ ഒരു ജലത്തിന്റെ പ്രതല ബലം എന്ത് ചെയ്യാനായിട്ട് പറ്റും? കുറയ്ക്കാനായിട്ട് പറ്റും എന്നുള്ളത് കൂടെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ശരിയായത് ഏത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്താണ്? സോപ്പ് ലായനിക്ക് പ്രതല ബലത്തെ എന്ത് ചെയ്യാനായിട്ട് പറ്റും? കുറയ്ക്കാനായിട്ട് പറ്റും. അതുകൂടി മനസ്സിലാക്കി വെക്കുക. ഇനി മറ്റു ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? പ്രതല ബലത്തിന് കാരണം ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ ഏത് തരം ആകർഷണ ബലമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അത് കൊഹിഷൻ ബലമാണ് കേട്ടോ. കൊഹിഷൻ ബലമാണ് ഇത്തരത്തില് പ്രതല ബലത്തിന് കാരണമായ ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്ന് പറയുന്നത് ഏത് ബലമാണ്? കൊഹിഷൻ ബലമാണ്. കൊഹിഷൻ ബലം. അപ്പൊ എന്താണ് ഈ കൊഹിഷൻ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോക്കിക്കേ, ഒരേ ഇനം തന്മാത്രകള് തമ്മിലുള്ള എന്ത് ആ ഒരു ആകർഷണ ബലമാണ് ഇതെന്ന് പറയുന്നത് കൊഹിഷൻ ബലം എന്ന് പറയുന്നത്. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് ഏതെന്ന് പറയുന്നത്? ആ കൊഹിഷൻ ബലം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഇനം തന്മാത്രകൾ തമ്മിലും ആകർഷണ ബലമുണ്ട്. അപ്പൊ ഇത്തരത്തില് വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ പറയുന്ന പേരെന്താണ്? അത് അഡ്ഹീഷൻ ബലമാണ് കേട്ടോ. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏതാണ്? അഡ്ഹീഷൻ ബലമാണ്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾസ് പറയാം. നമ്മൾ എന്താണ് ഈ അഡ്ഹീഷൻ ബലം അല്ലെങ്കിൽ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തിന് ഉദാഹരണങ്ങൾ നമുക്ക് എന്തൊക്കെ പറയാം?
നമ്മൾ ഈർക്കില് അല്ലെങ്കിൽ പെൻസിലൊക്കെ ജലത്തിൽ മുഖ്യമാണ് അല്ലെ. അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് തന്മാത്രയാണുള്ളത്. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പക്ഷേ ജലം ഉയർത്തുമ്പോ അല്ലെങ്കിൽ ആ ഒരു പെൻസില് ഈർക്കിൽ ഉയർത്തുന്ന സമയത്ത് ജലം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പെൻസിൽ അല്ലെങ്കിൽ ഈർക്കിലിൽ പറ്റി പിടിച്ചിരിക്കുന്നതായി കാണുന്നുണ്ട്. അവിടെ എന്താണ്, വ്യത്യസ്ത ഇനം തന്മാത്രകളുടെ ആകർഷണ ബലമാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ചോക്ക് ഉപയോഗിച്ച് നമ്മൾ ബ്ലാക്ക് ബോർഡിൽ എഴുതുകയാണ്. ചോക്ക് ബ്ലാക്ക് ബോർഡിൽ എഴുതുമ്പോൾ ചോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതില് പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. ചോക്കിലെ ഘടകങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്ലാക്ക് ബോർഡിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. ഇത് എന്തിന് ഉദാഹരണമാണ്, അഡ്ഹീഷൻ ബലത്തിന് ഉദാഹരണമാണ്. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തിന് ഉദാഹരണങ്ങളാണ് ഇവ രണ്ടും എന്നത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ. ഇനി ഈ അഡ്ഹീഷൻ ബലം ബേസ് ചെയ്ത് നമ്മൾ കേശിക തത്വത്തിൽ അല്ലെ കേശിക ഉയർച്ചയും കേശിക താഴ്ചയും പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, അഡ്ഹീഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ സംഭവിക്കുന്നത് എന്താണ്, കേശിക ഉയർച്ച സംഭവിക്കും. എന്താണ്, അഡ്ഹീഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലാണ് എങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, കേശിക ഉയർച്ചയാണ് സംഭവിക്കുക. അഡ്ഹീഷൻ ബലത്തേക്കാൾ കൂടുതൽ കൊഹിഷൻ ബലമാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് കേശിക താഴ്ചയാണ് എന്നുള്ളതോടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്തിലേക്ക് പോകാമല്ലോ നമുക്ക്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വൺ നോക്കിക്കേ, നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് വിസ്കസ് ബലമാണ്. എന്താ നമ്മൾ ഇനി പറയുന്നത്, വിസ്കസ് ബലമാണ് കേട്ടോ. വിസ്കസ് ബലത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമുക്ക് നോക്കാം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പടലങ്ങൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന കർഷണ ബലമാണ് ഏതെന്ന് പറയുന്നത്, വിസ്കസ് ബലം എന്ന് പറയുന്നത്. അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക, നമുക്ക് UP എക്സാമിന് ഉണ്ടായിരുന്നു അല്ലെ, ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ആപേക്ഷിക ചലനത്തെ എന്ത് ചെയ്യാണ്, തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ആ ഒരു പടലങ്ങൾക്കിടയിൽ എന്താണ്, സമാന്തരമായി പ്രവർത്തിക്കുന്ന കർഷണ ബലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത്, അത് വിസ്കസ് ബലമാണ് കേട്ടോ. ആ ഒരു കർഷണ ബലം ഏതാണ്, അത് വിസ്കസ് ബലമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനം കുറയ്ക്കുന്ന തരത്തിൽ അവയ്ക്കിടയിൽ ഉളവാക്കുന്ന ബലം ഏതാണ്, ഏത് ബലമാണ്, ഏത് ദ്രാവകത്തിന്റെ ഏത് സവിശേഷതയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, വിസ്കോസിറ്റി ആണ് കേട്ടോ. വിസ്കോസിറ്റി ആണ്. ദ്രാവക പടലങ്ങൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ കുറയ്ക്കുന്ന ബലം ഏതാണ്, അത് ഈ വിസ്കോസിറ്റി തന്നെയാണ്. ഇനി വിസ്കോസിറ്റി കൂടുതലുള്ള ദ്രാവകങ്ങളെ എന്തെന്നറിയപ്പെടുന്നു, വിസ്കോസിറ്റി കൂടുതലുള്ള ദ്രാവകങ്ങളെ പറയുന്ന പേരാണ് വിസ്കസ് ലിക്വിഡ് എന്ന് പറയുന്നു കേട്ടോ. വിസ്കസ് ദ്രാവകങ്ങൾ എന്ന് പറയുന്നു. വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങൾ അറിയപ്പെടുന്ന എന്താണ്, വിസ്കസ് ദ്രാവകങ്ങൾ എന്നറിയപ്പെടുന്നു. വിസ്കസ് ദ്രാവകങ്ങൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, അതായത് വിസ്കോസിറ്റി കൂടുതലുള്ള ദ്രാവകങ്ങൾ ഏതൊക്കെ പറയാം നമുക്ക്, അതായത് ഈ ഒരു വിസ്കസ് ലിക്വിഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാമ്പിൾസ് എന്ന് പറയാം. അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേരാം കേട്ടോ. ഗ്ലിസറിൻ ഇല്ലേ, ഗ്ലിസറിന് എന്ത് കൂടുതലാണ്, വിസ്കോസിറ്റി കൂടുതലാണ് കേട്ടോ. ഗ്ലിസറിന് കൂടുതലാണ്. അതുപോലെ തന്നെ അവിടെ ബ്ലഡ്, രക്തത്തിന് വിസ്കോസിറ്റി കൂടുതലാണ്. കോൾ ടാറിനും വിസ്കോസിറ്റി കൂടുതലാണ്. ഓക്കെ, വിസ്കോസിറ്റി കൂടുതൽ ഉള്ളവയാണ് നമ്മൾ വിസ്കസ് ദ്രാവകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലെ വിസ്കസ് ദ്രാവകങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്, കോൾ ടാറ്, രക്തം, അതുപോലെ തന്നെ ഗ്ലിസറിൻ എന്നിവ എന്താണ്, വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങളാണ്. ഓക്കെ അല്ലേ. ഇനി വിസ്കോസിറ്റി വളരെ കുറഞ്ഞ ദ്രാവകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൊബൈൽ ലിക്വിഡ്സ് എന്ന് പറയുന്നത് കേട്ടോ. എന്തെന്ന് പറയുന്നു, മൊബൈൽ ലിക്വിഡ്സ് എന്ന് പറയുന്നു. മൊബൈൽ ലിക്വിഡ്സ് എന്നാണ് കേട്ടോ, മൊബൈൽ ലിക്വിഡ്സ് എന്ന് പറയുന്നു. എന്താണ്, വിസ്കോസിറ്റി വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ഏതാ, മൊബൈൽ ലിക്വിഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വിസ്കോസിറ്റി കുറഞ്ഞ ദ്രവങ്ങൾക്ക് എക്സാമ്പിൾ എന്തൊക്കെ പറയാം, ആൽക്കഹോൾ. ആൽക്കഹോൾ എന്താണ്, വിസ്കോസിറ്റി കുറവാണ് അല്ലെ, അത് പെട്ടെന്ന് ഒഴുകും അല്ലെ, വിസ്കോസിറ്റി കുറവാണ്. അതുപോലെ തന്നെ ജലത്തിന് വിസ്കോസിറ്റി കുറവാണ്. ജലത്തിന്, ആൽക്കഹോൾ എന്നിവയ്ക്ക് വിസ്കോസിറ്റി എന്താണ്, കുറവാണ് എന്നതുകൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ വിസ്കോസിറ്റി താപനിലയ്ക്ക് അനുസരിച്ച് എന്ത് ചെയ്യുമെന്ന് അറിയാവോ, വ്യത്യാസപ്പെടുന്നുണ്ട്. താപനിലയ്ക്ക് അനുസരിച്ച് വിസ്കോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസപ്പെടുന്നുണ്ട്. താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു, വിസ്കോസിറ്റി കുറയും. താപനില വർദ്ധിക്കുമ്പോൾ വിസ്കോസിറ്റി കുറയും അല്ലെ, ആ ഒരു കർഷണം കുറയും, വിസ്കോസിറ്റി കുറയും. താപനില വർദ്ധിക്കുമ്പോൾ, എന്തിനാണ്, ദ്രാവകത്തിന്റെ കേസാ പറഞ്ഞത്. താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു, വിസ്കോസിറ്റി കുറയുന്നു കേട്ടോ. എന്നാൽ താപനില കൂടുകയാണ്, അതായത് അല്ലെങ്കിൽ എന്താണ്, വാതകങ്ങളുടെ വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താപനിലയ്ക്ക് അനുസരിച്ച് കൂടുകയാണ് ചെയ്യുന്നത് കേട്ടോ. വാതകങ്ങളുടെ കേസ് പറയുമ്പോൾ
വിസ്കോസിറ്റി താപനിലയ്ക്ക് അനുസരിച്ച് കൂടുകയാണ് ചെയ്യുന്നത്. അതുകൂടി ഒന്ന് മനസ്സിലേക്ക് വെച്ചേക്കുക കേട്ടോ. കിട്ടിയോ? ഇനി നമ്മുടെ സ്റ്റോക്സ് നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാം നമുക്ക്? അത് വിസ്കോസിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. എന്താണ്? വിസ്കോസിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. സ്റ്റോക്സ് നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിസ്കോസിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് ഏതെന്ന് പറയുന്നത്? സ്റ്റോക്സ് നിയമം എന്ന് പറയുന്നത്. അതുകൊണ്ടൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. സ്റ്റോക്സ് നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് വിസ്കോസിറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തതിലേക്ക് പോകാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലെൻസിന്റെ കേസ് ആണ് കേട്ടോ. ലെൻസിന്റെ കാര്യമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി തന്നെ കാണാം. നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ എന്താണ് ലെൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക? വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് എന്താണ് ആ ഒരു പ്രകാശം അല്ലെങ്കിൽ ലെൻസ് എന്നിവയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എന്ത് പറയാം? ലെൻസിന്റെ ഉപയോഗങ്ങളെ കുറിച്ച് പറയാം അല്ലെ. അപ്പൊ ലെൻസിന്റെ ഉപയോഗങ്ങൾ തന്നെ നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ലെൻസിന്റെ കേസ് പറയുമ്പോൾ നമുക്ക് പ്രകാശത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ചില കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് പറഞ്ഞേക്കാം. ഇവിടെ ഞാൻ ഉപയോഗങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, എന്നാലും അതൊന്ന് ജസ്റ്റ് പറഞ്ഞു പോയേക്കാം. ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് കേട്ടോ. പ്രകാശത്തിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം. പ്രകാശത്തിന്റെ സഞ്ചാരപാതയാണ് പ്രകാശരശ്മി എന്ന് പറയുന്നത്. അത് നമുക്ക് അറിയാവുന്ന കേസ് അല്ലെ. ഇത് ഏറ്റവും അടിപൊളിയായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു സ്റ്റഡി ഉണ്ട്. എന്താണ്? പ്രകാശത്തെ കുറിച്ചുള്ള പഠനം. എന്താണ് പ്രകാശത്തെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത്? ഒപ്റ്റിക്സ് ആണ് കേട്ടോ. പ്രകാശത്തെ കുറിച്ചുള്ള പഠനമാണ് ഏതെന്ന് പറയുന്നത്? ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് മനസ്സിലാക്കി വെക്കുക. പ്രകാശത്തെ കുറിച്ചുള്ള പഠനമാണ് ഏതെന്ന് പറയുന്നത്? ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് ആധാരം എന്താണ്? സൂര്യനിൽ നിന്നുള്ള പ്രകാശമാണ്. അപ്പൊ അത് പറഞ്ഞപ്പോൾ നമുക്ക് ഇതൂടെ പറയാം അല്ലെ. സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? എത്ര ടൈം എടുത്തിട്ടാണ് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 8 മിനിറ്റ് 20 സെക്കൻഡ്. എന്താണ്? 8 മിനിറ്റ് 20 സെക്കൻഡുകൾ എടുത്താണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്തുന്നത്. ഇനി അത് പറഞ്ഞപ്പോൾ ചന്ദ്രനിലെ പ്രകാശം ഭൂമിയിൽ എത്താനുള്ള സമയം കൂടി ഒന്ന് പറഞ്ഞു പോവാം. എത്രയാണ്? ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ എത്ര സമയം വേണം? അത് 1.3 സെക്കൻഡ് ആണ് വേണ്ടുന്നത് കേട്ടോ. 1.3 സെക്കൻഡ്സ് മതി. 1.3 സെക്കൻഡ്സ് മതി കേട്ടോ. അതുപോലെ തന്നെ പ്രകാശത്തിന് സഞ്ചരിക്കാൻ എന്തെങ്കിലും മാധ്യമങ്ങൾ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ഓക്കെ, പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമവും ആവശ്യമില്ല എന്നുകൂടി മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതുകൂടി നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. ഇനി പ്രകാശത്തിന്റെ അടിസ്ഥാന കണം എന്താണ്? ഫോട്ടോൺ അല്ലെ. ഫോട്ടോൺ ആണ് പ്രകാശത്തിന്റെ അടിസ്ഥാന കണമായിട്ടുള്ള ക്വാണ്ടം അറിയപ്പെടുന്നത്. എന്താണ്? ഫോട്ടോൺ എന്നാണ് അറിയപ്പെടുന്നത്. പ്രകാശത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണം എന്നാ ചോദിച്ചെങ്കിലോ? പ്രകാശത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് ടാക്കിയോൺ ആണ് കേട്ടോ. ടാക്കിയോൺ ആണ്. പ്രകാശത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ എഴുതേണ്ടത്? അത് ടാക്കിയോൺ ആണ് കേട്ടോ. പ്രകാശത്തെക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് ടാക്കിയോൺ ആണ് എന്നിവിടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. എന്താണ്? ലെൻസിന്റെ കേസ് ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നോക്കാം നമുക്ക്. കോൺവെക്സ് ലെൻസിന്റെ ഉപയോഗങ്ങളാണ് 1 by 1 ആയിട്ട് പഠിക്കാം. ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയയ്ക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദീർഘദൃഷ്ടി എന്താണ്? ദൂരെയുള്ളത് കാണാം, അടുത്തുള്ളത് കാണാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള രോഗമാണ് അല്ലെ അവസ്ഥയാണ് ഹൈപ്പർ മെട്രോപ്പിയ അല്ലെങ്കിൽ ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ദീർഘദൃഷ്ടി ഉള്ള ഒരാൾക്ക് എന്താണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് ലെൻസ് ഉപയോഗിക്കാം? കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കാം. ഇനി വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് തന്നെയാണ്? വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏത് തന്നെയാണ്? കോൺവെക്സ് ലെൻസ് ആണ്. ഇനി ചെറിയ അക്ഷരങ്ങളെയും വസ്തുക്കളെയും വലുതായി കാണാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ലെൻസ് ആയി ഉപയോഗിക്കുന്നത് എന്താണ്? ഹാൻഡ് ലെൻസ് ആയി ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ്? അത് കോൺവെക്സ് ലെൻസ് തന്നെയാണ്. TV, ക്യാമറ, പ്രൊജക്ടർ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നതും കോൺവെക്സ് ലെൻസ് ആണ്. മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്നത് എന്താണ്? വലുതാക്കി കാണാനല്ലേ. സോ മൈക്രോസ്കോപ്പിലും ടെലിസ്കോപ്പിലും ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ്? കോൺവെക്സ് ലെൻസ് തന്നെയാണ്.
ഇനി ബേണിംഗ് ഗ്ലാസ് ആയി ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. വാച്ച് നന്നാക്കാനുള്ള ലെൻസ്, വാച്ച് നന്നാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഏത് തന്നെയാണ്? കോൺവെക്സ് ലെൻസ് ആണ്. വെള്ളെഴുത്ത് അല്ലെങ്കിൽ പ്രസ് ബയോപ്പിയ പരിഹരിക്കാനായും ആരെ ഉപയോഗിക്കുന്നു? കോൺവെക്സ് ലെൻസിനെ ഉപയോഗിക്കുന്നു. മാഗ്നിഫൈയിങ് ഗ്ലാസ് ആയും ആരെ ഉപയോഗിക്കുന്നുണ്ട്? നമ്മൾ കോൺവെക്സ് ലെൻസിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ കോൺവെക്സ് ലെൻസിന്റെ ഉപയോഗങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. എന്തൊക്കെയാണ്? ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർമെട്രോപിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു. വസ്തുക്കളെ വലുതായി കാണാൻ ഉപയോഗിക്കുന്നു. ചെറിയ അക്ഷരങ്ങളെയും വസ്തുക്കളെയും വലുതായി കാണാൻ ഉപയോഗിക്കുന്നു. അതിനായിട്ടുള്ള ഹാൻഡ് ലെൻസ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. TV, ക്യാമറ, പ്രൊജക്ടർ, മൈക്രോസ്കോപ്പ്, ടെലിസ്കോപ്പ് ഇവയിലെല്ലാം ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ്? കോൺവെക്സ് ലെൻസ് തന്നെയാണ്. വാച്ച് നന്നാക്കാനുള്ള ലെൻസായി ഉപയോഗിക്കുന്നുണ്ട്. വെള്ളെഴുത്ത് പ്രസ് ബയോപ്പിയ പരിഹരിക്കാൻ, അതുപോലെ തന്നെ ഹൈപ്പർമെട്രോപിയ അല്ലെങ്കിൽ ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നതും കോൺവെക്സ് ലെൻസ് തന്നെയാണ്. മാഗ്നിഫൈയിങ് ഗ്ലാസ് ആയി ഉപയോഗിക്കുന്നതും കോൺവെക്സ് ലെൻസ് തന്നെയാണ്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കിട്ടിയല്ലോ? അടുത്തിലേക്ക് പോകാം. കോൺകേവ് ലെൻസിന്റെ ഉപയോഗങ്ങളൂടെ നമുക്ക് പഠിക്കാം. എന്തൊക്കെയാണ്? ഹ്രസ്വദൃഷ്ടി അല്ലെങ്കിൽ മയോപ്പിയ, ഷോർട്ട് സൈറ്റ്നെസ്, ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു. അടുത്തുള്ളത് കാണാം, ദൂരെയുള്ളത് കാണാൻ വയ്യ. ഓക്കെ, ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് കോൺകേവ് ലെൻസ് ആണ്. വാതിലിൽ ഘടിപ്പിക്കുന്ന സ്പൈ ഹോളില് അല്ലെ, പുറത്താരാ വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ലെൻസ്, ആ ഒരു ഇതില്ലേ, അപ്പൊ അവിടെയും ഏത് ലെൻസാ ഉപയോഗിക്കുന്നത്? അത് കോൺകേവ് ലെൻസാ ഉപയോഗിക്കുന്നത്. വാതിലിൽ ഘടിപ്പിക്കുന്ന സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? അത് കോൺകേവ് ലെൻസ് ആണ്. ഗലീലിയൻ ടെലിസ്കോപ്പിൽ ഇമ്പോർട്ടന്റ് ആണ്. ഗലീലിയൻ ടെലിസ്കോപ്പിൽ എന്ന് എടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഐ ലെൻസ് ആയി ഉപയോഗിക്കുന്നത് ആരെയാണ്? അത് കോൺകേവ് ലെൻസ് ആണ്. ഗലീലിയൻ ടെലിസ്കോപ്പ് അല്ലാതെ പറയുകയാണെങ്കിൽ എന്താണ് നമ്മൾ പറയുക? ഇവിടെ ടെലിസ്കോപ്പ് എന്ന് മാത്രം പറയും. ഓക്കെ, അത് കോൺവെക്സ് ആണ്. എന്നാൽ കോൺകേവില് ഗലീലിയൻ ടെലിസ്കോപ്പിൽ എന്തായിട്ട് ഉപയോഗിക്കുന്നു? കോൺകേവ് ലെൻസ് ആണ് ഐ ലെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. കിട്ടിയോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. അതിനെ വ്യക്തതയോട് കൂടി തന്നെ കാണുക കേട്ടോ. ഇനി പ്രകാശത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റു ചില കാര്യങ്ങളൂടെ നമുക്ക് പറഞ്ഞു പോകാം. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് എവിടെയാണ്? പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത ശൂന്യതയിലാണ് അല്ലെ. നമ്മൾ പറഞ്ഞ മാധ്യമം ആവശ്യമില്ല. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത ശൂന്യതയിലാണ്. 3 × 10⁸ എന്നാണ് കേട്ടോ. 8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പ്രകാശ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രകാശ സാന്ദ്രത ഏറ്റവും കുറവ് എവിടെ തന്നെയാണ്? അത് ശൂന്യതയിലാണ്. ഇനി പ്രകാശത്തിന് വേഗത ഏറ്റവും കുറവ് എവിടെയാണ്? അത് വജ്രത്തിലാണ്. സാന്ദ്രത ഏറ്റവും കൂടുതൽ എവിടെയാണ്? വജ്രമാണ്. അത് കണക്ട് ചെയ്ത് അങ്ങ് പഠിച്ചാൽ മതി കേട്ടോ. അതായത് ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ്. സാന്ദ്രത ഏറ്റവും കുറവും ശൂന്യതയിലാണ്. ഏറ്റവും വേഗത കുറഞ്ഞ് സഞ്ചരിക്കുന്നത് വജ്രത്തിലാണ്. അതുപോലെ തന്നെ സാന്ദ്രത ഏറ്റവും കൂടുതലും വജ്രത്തിലാണ്. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി ഉറപ്പിച്ച് വെക്കുക മനസ്സിൽ. കിട്ടിയോ? ഓക്കെ അല്ലേ? ഇനി നമ്മള് എന്താണ് പ്രകാശത്തിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഒരു ചോദ്യമാണ്, കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കണ്ണിന് സുഖകരമായ നിറം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് മഞ്ഞയാണ് കേട്ടോ. കണ്ണിന് സുഖകരമായ നിറം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് മഞ്ഞയാണ്. കണ്ണിന് കുളിർമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പച്ചയാണ് കേട്ടോ. കണ്ണിന് കുളിർമ എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ പച്ചയാണ്. കണ്ണിന് സുഖകരമായ നിറം മഞ്ഞയാണ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ മഞ്ഞുള്ള പ്രദേശങ്ങളില് മോട്ടോർ വാഹനങ്ങളില് ഹെഡ്ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന നിറം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? അത് മഞ്ഞയാണ് കേട്ടോ. നല്ല മഞ്ഞുള്ള സ്ഥലങ്ങളിലൊക്കെ മോട്ടോർ വാഹനങ്ങളില് ഹെഡ്ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന നിറം ഏതാണ്? അത് മഞ്ഞയാണ് കേട്ടോ. ഏത് നിറമാണ്? അത് മഞ്ഞയാണ് എന്നുള്ളതൂടെ മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ട് നമ്മൾ എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ടതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നന്നായി തന്നെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ ഈ കോൺകേവ് ലെൻസിൽ പ്രതിരൂപം എങ്ങനെയായിരിക്കും? പ്രതിബിംബം എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ അത് മിഥ്യയും നിവർന്നതും ആയിരിക്കും കേട്ടോ. എങ്ങനെയായിരിക്കും? മിഥ്യയും നിവർന്നതും ആയിരിക്കും കേട്ടോ. അതുപോലെ നമ്മുടെ കണ്ണിലെ ലെൻസ് ഏതാണ്? അത് ബൈകോൺവെക്സ് ലെൻസ് ആണ്. കേട്ടോ. ബൈകോൺവെക്സ് ലെൻസ് ആണ്. നേത്ര ലെൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബൈകോൺവെക്സ് ലെൻസ് ആണ്. കിട്ടിയല്ലോ? ഇനി കോൺവെക്സ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം അപ്പൊ എങ്ങനെയാണ്?
അത് യഥാർത്ഥമായിരിക്കും, റിയൽ ആണ്. അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ആയിരിക്കും, തലകീഴായതായിരിക്കും. അപ്പൊ ഒന്നുകൂടെ പറയാം, നേത്ര ലെൻസില് ഏത് ലെൻസ് ആണ്? അത് ബൈകോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ് ലെൻസിലെ പ്രതിരൂപം എങ്ങനെയായിരിക്കും? യഥാർത്ഥവും അതുപോലെ തന്നെ തലകീഴായതുമായിരിക്കും. ഇനി കോൺകേവിന്റെ കാര്യം പറയുകയാണെങ്കിൽ കോൺകേവ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം എങ്ങനെയാണ്? മിഥ്യയും നിവർന്നതുമായിരിക്കും. കോൺകേവ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം എങ്ങനെയായിരിക്കും? അത് മിഥ്യയും നിവർന്നതുമായിരിക്കും എന്നത് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായി തന്നെ മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ ആണ്, കിട്ടിയെന്ന് വിചാരിക്കുന്നു. മാക്സിമം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അടുത്തതിലേക്ക് നമുക്ക് പോകാം. ഓക്കെ ആണോ? ആൻഡ് ദെൻ ദ നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം കേട്ടോ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നോക്കിക്കേ, നിറത്തിന്റെ കേസിൽ പറയുമ്പോൾ നമുക്ക് 2-3 കാര്യങ്ങളൂടെ ഒന്ന് പറഞ്ഞു പോവാം. ഏറ്റവും കൂടുതൽ താപ ആഗിരണം ചെയ്യുന്ന നിറം ഏതാണ്? ഏറ്റവും കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് കറുപ്പാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ താപത്തിനെ ആഗിരണം ചെയ്യുന്നത് കറുപ്പാണ്. അതുപോലെ തന്നെ എല്ലാ വർണ്ണങ്ങളെയും ആഗിരണം ചെയ്യുന്നതും കറുപ്പാണ്. നമ്മൾ ചൂടുള്ള സമയത്ത് കറുത്ത ഡ്രസ്സ് ഇടരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? താപത്തിനെ കൂടുതൽ ആഗിരണം ചെയ്യും, ചൂട് കൂടുതലായിട്ട് അനുഭവപ്പെടും അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന, അബ്സോർബ് ചെയ്യുന്നതും ആര് തന്നെയാണ്? കറുപ്പ് തന്നെയാണ്. ഇനി ഏറ്റവും കുറച്ച് താപ ആഗിരണം ചെയ്യുന്ന നിറം ഏതാണെന്ന് അറിയാവോ? വൈറ്റ് ആണ്, വെള്ളയാണ്. ഓക്കെ, സ്കൂൾ യൂണിഫോംസിലൊക്കെ കൂടുതലും വെള്ള പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്താണ്? നമ്മൾ പറയും അഴുക്ക പറ്റില്ലേ എന്നൊക്കെ പറയും. പക്ഷെ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ സെലക്ട് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ താപ ആഗീകരണം ചെയ്യുന്നത് ഏറ്റവും കുറവ് ഏതാണ്? വൈറ്റ് ആണ്. സോ അതാണ് അങ്ങനെ വൈറ്റ് കളർ യൂണിഫോം സെലക്ട് ചെയ്യാൻ. ഓൾമോസ്റ്റ് ചെറിയ കുട്ടികളുള്ള എന്താണ് ഈ LP സെക്ഷനിലുള്ള ക്ലാസ്സുകളിലെല്ലാം തന്നെ വൈറ്റ് ഷർട്ട് പറയുന്നതിന്റെ കാര്യം എന്താണ്? ഏറ്റവും കുറച്ച് താപമാണ് ആഗീരണം ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ വർണ്ണങ്ങളെയും എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അതും വൈറ്റ് തന്നെയാണ് കേട്ടോ, വെള്ള തന്നെയാണ്. തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ വർണ്ണം ഏതാണ്? അത് ചുവപ്പാണ്. തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞ ഏതാണ്? അത് വയലറ്റ് ആണ്. എന്താണ്? തരംഗദൈർഘ്യം ഏറ്റവും കൂടുതൽ ചുവപ്പാണ്, തരംഗദൈർഘ്യം ഏറ്റവും കുറവ് ഏതാണ്? വയലറ്റ് ആണ്. അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശം ഏതാണ്? അത് സമന്വിത പ്രകാശമാണ്. ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശത്തിനെ എന്തെന്ന് പറയുന്നു? അത് സമന്വിത പ്രകാശം എന്ന് പറയുന്നു. സമന്വിത പ്രകാശം എന്ന് പറയുന്നു. കിട്ടിയോ? ഓക്കെ ആണെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് വണ്ണിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ഇനി ശബ്ദമാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. എന്താ നമ്മൾ പറയാൻ പോകുന്നത്? ശബ്ദമാണ്. ശ്രവണ ബോധം ഉളവാക്കുന്ന ഊർജ രൂപമാണ് ഏതെന്ന് പറയുന്നത്? ശബ്ദം എന്ന് പറയുന്നത് അല്ലേ? നമുക്ക് കേൾവി ഉളവാക്കുന്നത് ഏത് ഊർജ രൂപത്തിലൂടെയാണ്? അത് ശബ്ദത്തിലൂടെയാണ്. ശബ്ദം ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശബ്ദം ഉണ്ടാക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അത് വസ്തുക്കളുടെ കമ്പനം മൂലമാണ് എന്തുണ്ടാവുന്നത്? ശബ്ദം ഉണ്ടാവുന്നത്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് എന്തുണ്ടാവുന്നത്? ഈ ഒരു ശബ്ദം ഉണ്ടാകുന്നത്. നമ്മൾ നേരത്തെ പ്രകാശത്തിന്റെ പഠനമാണ് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞതുപോലെ ശബ്ദത്തെ കുറിച്ചുള്ള പഠനമാണ് ഏതെന്ന് പറയുന്നത്? അക്വസ്റ്റിക്സ് എന്ന് പറയുന്നത്. എന്താണ്? ശബ്ദത്തെ കുറിച്ചുള്ള പഠനമാണ് ഏതെന്ന് പറയുന്നത്? അക്വസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അക്വസ്റ്റിക്സ് എന്താണ്? അത് ശബ്ദത്തെ കുറിച്ചുള്ള പഠനമാണ്. കിട്ടിയല്ലോ? ഇനി ശബ്ദ തരംഗങ്ങൾ എത്തരത്തിലുള്ള തരംഗങ്ങളാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശബ്ദ തരംഗങ്ങൾ അനുദൈർഘ്യ തരംഗങ്ങളാണ് കേട്ടോ. ശബ്ദ തരംഗങ്ങൾ എങ്ങനെയുള്ള തരംഗങ്ങളാണ്? അനുദൈർഘ്യ തരംഗങ്ങളാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് കേട്ടോ. ശബ്ദത്തിന്റെ കേസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ശബ്ദത്തെ കുറിച്ചുള്ള പഠനം അക്വസ്റ്റിക്സ് ആണ്. ശബ്ദ തരംഗങ്ങൾ അനുദൈർഘ്യ തരംഗങ്ങളാണ്, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ആണ്. ഓക്കെ, ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഏതാണ് ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഡെസിബൽ ആണ് കേട്ടോ. ഡെസിബൽ ആണ്. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഏതാണ്? അത് ഡെസിബൽ ആണ്. ഓക്കെ, സ്മോൾ d ക്യാപിറ്റൽ B. ഓക്കെ, ഡെസിബൽ ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു പ്രകാശത്തിന്റെ കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞു പ്രകാശത്തിന് സഞ്ചരിക്കാൻ എന്ത് വേണ്ടാന്ന് പറഞ്ഞു? പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ശബ്ദത്തിന്റെ കേസിൽ വരുമ്പോ എന്താണ്? പ്രകാശത്തിന് എന്താണ്? നമ്മുടെ ശബ്ദത്തിന് സഞ്ചരിക്കാനായിട്ട് എന്ത് ആവശ്യമാണ്? മാധ്യമം ആവശ്യമാണ് കേട്ടോ. മാധ്യമം ആവശ്യമാണ്. ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി മനസ്സിലേക്ക് ഒന്ന് ആലോചിച്ച് വെക്കുക. ഒരു റിവിഷൻ ആയിട്ട് നിങ്ങൾ ഈ ഒരു ക്ലാസ് കാണുക കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന പോയിന്റുകൾ എന്ന്
വെച്ച് കഴിഞ്ഞാല് ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളെ നമ്മൾ പറയുന്ന പേരെന്താണ്? ശബ്ദ സ്രോതസ് അല്ലെ? ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളെ പറയുന്ന പേരെന്താണ്? ശബ്ദ സ്രോതസ് എന്നാണ് കേട്ടോ. ശബ്ദ സ്രോതസ് എന്നാണ് കേട്ടോ. അപ്പൊ അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് ദെൻ കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അത് സ്ഥായിയാണ്. പിച്ച് എന്ന് നമ്മൾ പറയത്തില്ലേ? അപ്പൊ പിച്ച് എന്താണ്? കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മത എന്താണ്? കേൾക്കുന്ന ശബ്ദത്തിന്റെ കൂർമ്മതയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്ഥായി എന്ന് പറയുന്നത് കേട്ടോ. സ്ഥായി എന്ന് പറയുന്നത്. ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിന്റെ, ഇപ്പൊ ഒരാൾ ശബ്ദം, ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുമ്പോ ആ അനുഭവം ഉണ്ടല്ലോ, ആ കേൾവിയുടെ അനുഭവം, അതിനെ പറയുന്ന, അതിന്റെ അളവിനെ പറയുന്നതാണ് ഉച്ചത എന്ന് പറയുന്നത്, ലൗഡ്നെസ് എന്ന് പറയുന്നത്. ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവിയുടെ അനുഭവത്തിന്റെ അളവാണ് ഏതെന്ന് പറയുന്നത്? ഉച്ചത എന്ന് പറയുന്നത് കേട്ടോ. ഉച്ചത എന്ന് പറയുന്നത്. ഉച്ചതയുടെ യൂണിറ്റ് എന്ത് തന്നെയാണ്? ഉച്ചതയുടെ യൂണിറ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡെസിബൽ എന്ന് പറയുന്നത് കേട്ടോ. ഡെസിബൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡെസിബലിനെ, ഉച്ചതയെ അളക്കുന്നതിനുള്ള ഉപകരണം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബൽ ആണ്. ഉച്ചത അളക്കാനുള്ള ഉപകരണം ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? അത് ഡെസിബൽ മീറ്റർ ആണ് കേട്ടോ. ഏതാണ് അത്? ഡെസിബൽ മീറ്റർ ആണ് എന്ന് മനസ്സിലാക്കുക. ഡെസിബൽ മീറ്റർ ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇനി നമുക്ക് നോക്കാം. ബെല്ലിന്റെ ചെറിയ അളവാണ് ഈ ഡെസിബൽ എന്ന് പറയുന്നത് കേട്ടോ. ബെൽ, BEL, ബെൽ എന്ന് പറയുന്ന ബെല്ലിന്റെ ചെറിയ അളവാണ് ഡെസിബൽ. ബെല്ല് എന്ന് പറയുന്ന പേര് എവിടുന്ന് കിട്ടിയതാ? എവിടുന്ന് കിട്ടിയതാണ്? അത് നമ്മുടെ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെ പേരിന്റെ ബെല്ലാണ് കേട്ടോ. അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെ ബെല്ലാണ് കിട്ടിയിരിക്കുന്നത്. ഉച്ചതയുടെ യൂണിറ്റ് ബെല്ലാണ്. അതായത് ഈ ബെല്ലിന്റെ ചെറിയ യൂണിറ്റ് ആണ് ഡെസിബെല്ല്. അപ്പൊ ബെല്ല് എന്ന് പറയുന്നത് എന്താണ്? ഉച്ചതയുടെ യൂണിറ്റ് ആണ് കേട്ടോ. ഉച്ചതയുടെ യൂണിറ്റ് ആണ്. കിട്ടിയോ? അടുത്തതിലേക്ക് പോകാം നമുക്ക്. അടുത്തത് നമ്മൾ ഇപ്പൊ ഈ ഒരു സ്ക്രീനിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മനുഷ്യന്റെ ശ്രവണ പരിധി എത്രയാണ്? മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് നമ്മൾ ഹെഡ്സിൽ പറയുമ്പോൾ 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലാണ്. 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് കേൾക്കാനായിട്ട് പറ്റും അല്ലേ? അപ്പോ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന് മുകളിലും ഇതിന് താഴെയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? നമുക്ക് കേൾക്കാനായിട്ട് പറ്റില്ല. ഇനി ഇത് ഹെഡ്സ് എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? 20 ഹെഡ്സ് മുതൽ 20 കിലോ ഹെഡ്സ് എന്നും പറയാം. അപ്പൊ ചോദ്യത്തില് എന്താണ്? ഏത് ഓപ്ഷനും വരാം. 20 ഹെഡ്സിന് 20,000 ഹെഡ്സിന് ഇടയിലാണ് മനുഷ്യന്റെ ശ്രവണ പരിധി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? 20 ഹെഡ്സിനും 20 കിലോ ഹെഡ്സിനും ഇടയിലാണ് മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇനി മനുഷ്യന്റെ ശ്രവണ പരിധിയും ഉയർന്ന ശബ്ദം ഏതാണ്? മനുഷ്യന്റെ ശ്രവണ പരിധി നമ്മൾ ഈ പറഞ്ഞ 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റൂ. അപ്പൊ ഈ 20,000 ഹെഡ്സിന് മുകളിലുള്ള സൗണ്ട്, അതിനേക്കാളും ഉയർന്ന ശബ്ദത്തിന് എന്തെന്ന് പറയുന്നു? അൾട്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നു കേട്ടോ. എന്താ പറയുന്നത്? അൾട്രാസോണിക് സൗണ്ട് എന്ന് പറയുന്നു. 20 കിലോ ഹെഡ്സിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ 20,000 ഹെഡ്സിനേക്കാൾ കൂടുതലാണ്. ഇനി അൾട്രാസോണിക് ശബ്ദം ഉപയോഗിച്ച് ഇരയെ പിടിക്കുന്ന ജീവി ഏതാണ്? അത് വവ്വാലാണ് കേട്ടോ. അൾട്രാസോണിക്, അതായത് നമ്മുടെ പരിധിയേക്കാൾ കൂടുതലുള്ള ശബ്ദമാണ് അൾട്രാസോണിക്. ഈ ഒരു സൗണ്ടിനെ യൂസ് ചെയ്തുകൊണ്ട് ഇരയെ പിടിക്കുന്നത് ഏത് ജീവിയാണ്? വവ്വാലാണ്. ഇനി മനുഷ്യന്റെ ശ്രവണ പരിധിയിലും താഴ്ന്ന ശബ്ദം ഏതാണ്? അത് ഇൻഫ്രാസോണിക് സൗണ്ട് ആണ് കേട്ടോ. അതായത് 20 ഹെഡ്സിൽ താഴെ. 20 ഹെഡ്സിൽ താഴെയും നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഇത്തരത്തിൽ 20 ഹെഡ്സിൽ താഴെയുള്ള ശബ്ദത്തെ പറയുന്ന പേരെന്താണ്? അതാണ് ഇൻഫ്രാസോണിക്. കിട്ടിയോ? എന്താണ്? ഇൻഫ്രാസോണിക് ആണ്. അപ്പൊ ഈ ഇൻഫ്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കാനും തിരിച്ചറിയാനും കഴിവുള്ള മൃഗങ്ങൾ ഏതൊക്കെയാണ്? തിമിംഗലം, ആന, ജിറാഫ് എന്നിവയ്ക്ക് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? ഇൻഫ്രാസോണിക് സൗണ്ട് പുറപ്പെടുവിക്കാനും അതുപോലെ തന്നെ അത് തിരിച്ചറിയാനുമുള്ള കഴിവുണ്ട്. ഈ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. മനുഷ്യന്റെ ശ്രവണ പരിധി എത്രയാണ്? മനുഷ്യന്റെ ശ്രവണ പരിധിയിൽ കൂടുതലുള്ളത് അൾട്രാസോണിക് ആണ്. മനുഷ്യന്റെ ശ്രവണ പരിധിയിൽ താഴെയുള്ളത് എന്താണ്? ഇൻഫ്രാസോണിക് ആണ്. കിട്ടിയല്ലോ? ഓക്കെ അല്ലേ? മനസ്സിലായോ? ഇനി ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കുറവുള്ളത് എവിടെയാണെന്ന് അറിയാവോ? ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കുറവ് എവിടെയാണെന്ന് അറിയാവോ? അത് വാതകത്തിലാണ് കേട്ടോ. വാതകത്തിലാണ് ശബ്ദത്തിന്റെ വേഗത ഏറ്റവും എന്തുള്ളത്? കുറഞ്ഞ മാധ്യമം എന്ന് പറയുന്നത്. ഇനി ശബ്ദത്തിന്റെ വേഗത അപ്പൊ ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഏതാണ്? ചോദ്യം വന്നിട്ടുണ്ട് അല്ലെ? ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടിയ മാധ്യമം ഏതാണ്? അത് ഖരമാണ്.
PSC യുടെ ചോദ്യം തന്നെയാണ് കേട്ടോ. പിന്നെ PSC ഇതിൽ ഉത്തരമായിട്ട് എന്താണ് സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ ആൻസർ എന്താണ്? അതായത് ചോദ്യം ഇങ്ങനെയായിരുന്നു, ഖരം ദ്രാവകം എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ ഖരമാണെന്ന് മനസ്സിലാക്കുക കേട്ടോ. PSC ചോദ്യത്തിൽ സ്റ്റീൽ എന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവര് പിക്ക് ചെയ്തത് സ്റ്റീൽ ആണ് കേട്ടോ. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ചെവിക്ക് കേൾവിക്ക് തകരാറുണ്ടാക്കുന്ന അല്ലെങ്കിൽ ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം എത്ര ഡെസിബലിന് മുകളിലാണെന്ന് അറിയാമോ? 120 ഡെസിബലിന്, 120 dBക്ക് മുകളിലുള്ളത് എന്താണ്? നമുക്ക് ചെവിക്ക് ഹാംഫുൾ ആണ്, ചെവിക്ക് എന്താണ് ദോഷം ഉണ്ടാക്കും, വേദന ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി കേൾവിക്ക് തകരാറുണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും വേദന അങ്ങനെ തരത്തിൽ ചോദിച്ചു കഴിഞ്ഞാലും 120 ഡെസിബലിന് മുകളിൽ നിന്നുള്ള ഉത്തരം നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി ഇതിന്റെ അകത്ത് മറ്റൊരു പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശബ്ദത്തിന്റെ കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് സബ്സോണിക് എന്ന് പറയാറുണ്ട് കേട്ടോ. സബ്സോണിക് എന്നും പറയാറുണ്ട്. കുറഞ്ഞ വേഗതയെ സൂചിപ്പിക്കുന്നത് സബ്സോണിക് ആണ്. ആൻഡ് ദെൻ എന്താണ്? ശബ്ദത്തേക്കാൾ 2 ഇരട്ടി വേഗതയെ സൂചിപ്പിക്കുന്നത് സൂപ്പർ സോണിക് എന്ന പദം കൊണ്ടാണ്. ശബ്ദത്തേക്കാൾ 2 ഇരട്ടി വേഗതയെ സൂചിപ്പിക്കുന്നത് എന്താണ്? സൂപ്പർ സോണിക് എന്ന പദം കൊണ്ട്. വേഗതയാണ് സൂപ്പർ, ആൻഡ് ദെൻ കുറഞ്ഞ വേഗതയാണെങ്കിൽ സബ്സോണിക്. ഓക്കെ അല്ലേ? ഇനി 5 ഇരട്ടി വേഗതയാണെങ്കിൽ, ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗതയെ സൂചിപ്പിക്കുന്നത് ഹൈപ്പർസോണിക് എന്നാണ് കേട്ടോ. ഹൈപ്പർസോണിക്. സബ്സോണിക് കുറഞ്ഞ വേഗത, 2 ഇരട്ടി വേഗത സൂപ്പർസോണിക്, 5 ഇരട്ടി വേഗതയാണെങ്കിൽ ഹൈപ്പർസോണിക്. അതുകൂടെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലേക്ക് ഒന്ന് വെച്ചിരിക്കുക കേട്ടോ. ഇനി മനുഷ്യന്റെ ശ്രവണ സ്ഥിരത എത്രയാണെന്ന് ചോദിച്ചാൽ എത്ര പറയും നിങ്ങള്? മനുഷ്യന്റെ ശ്രവണ സ്ഥിരത എത്രയാണ്? മനുഷ്യന്റെ ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത് എത്രയാ? അത് 1/10 സെക്കൻഡ് ആണ്. ഓക്കെ, 10 സെക്കൻഡ് ആണ്. 1/10, 10 സെക്കൻഡ് ആണ് കേട്ടോ. എന്താണ് ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത്? ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? കിട്ടിയല്ലോ? അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന, ശബ്ദവുമായി ബന്ധപ്പെട്ട് വരുന്ന ചില ഉപകരണങ്ങളുടെ കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ജലത്തിനടിയിലെ ശബ്ദം കേൾക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അത് ഹൈഡ്രോഫോൺ ആണ് കേട്ടോ. ജലത്തിനടിയിലെ ശബ്ദം കേൾക്കാനായി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അത് ഹൈഡ്രോഫോൺ ആണ്. വിമാനത്തിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണ്? അത് ടാക്കോമീറ്റർ ആണ് കേട്ടോ. വിമാനത്തിന്റെ വേഗതയെ അളക്കാനായി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ടാക്കോമീറ്റർ ആണ്. അതുപോലെ തന്നെ വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം രേഖപ്പെടുത്താനുള്ള ഉപകരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൂരമാണ് അവിടെ പറയുന്നത്, ഓഡോമീറ്റർ ആണ് കേട്ടോ. ഓഡോമീറ്റർ ആണ്. ഇനി വാഹനങ്ങളുടെ വേഗത അളക്കാനുള്ള ഉപകരണം ഏതാണ്? അത് സ്പീഡോമീറ്റർ ആണ്. വേഗത സ്പീഡോമീറ്റർ ആണ്. ദൂരമാണെങ്കിൽ ഓഡോമീറ്റർ ആണ്. എത്ര ഓടി എന്നറിയുന്നത് അല്ലെ? എത്ര ദൂരം ഓടി എന്നുള്ളത് മനസ്സിൽ വെച്ചാൽ മതി. ഓഡോമീറ്റർ ആണ്. വേഗതയാണെങ്കിൽ അത് സ്പീഡോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ വിമാനത്തിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണ്? അത് ടാക്കോമീറ്റർ ആണ്. അടുത്ത നോക്കാം. ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് അറിയാമോ? ശബ്ദത്തിന്റെ ഗ്രാഫിക് ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അത് ഓസിലോസ്കോപ്പ് ആണ്. എന്താണ്? ഓസിലോസ്കോപ്പ് ആണ്. ശബ്ദ പരീക്ഷണം നടത്തുന്ന പരീക്ഷണശാലയിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണോമീറ്റർ. ശബ്ദ പരീക്ഷണം നടത്തുന്ന പരീക്ഷണശാലയിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഏതെന്ന് പറയുന്നത്? സോണോമീറ്റർ എന്ന് പറയുന്നത്. ശബ്ദം ഉപയോഗിച്ച് ദൂരത്തെ അളക്കുന്ന ഉപകരണമാണെങ്കിൽ അതെന്താണ്? സോണാർ ആണ് കേട്ടോ. എന്താണ്? സോണാർ ആണ്. സോണാർ. സോണാറിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് അറിയാമോ? സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് കേട്ടോ. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നാണ് സോണാറിന്റെ എന്താണ് ഫുൾ ഫോം എന്ന് പറയുന്നത്. അതായത് അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ജലത്തിനടിയിലുള്ള വസ്തുക്കളിലേക്കുള്ള അകലം, അതുപോലെ തന്നെ അവയുടെ ദിശ, അവയുടെ വേഗം എന്നിവ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സോണാർ ഉപയോഗിക്കുന്നത് കേട്ടോ. എന്തൊക്കെയാണ്? കടലിന്റെ അടിയിൽ വസ്തുവിന്റെ അകലം, അതുപോലെ തന്നെ ദിശ, വേഗം എന്നിവ അറിയാനായിട്ട് ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഈ ഒരു സോണാറിനെ ആൻസർ ചെയ്യാവുന്നതാണ്. കിട്ടിയോ? ആൻഡ് നെക്സ്റ്റ് വൺ പറയുന്നത് ശബ്ദ തരംഗങ്ങളെ വൈദ്യുത തരംഗങ്ങൾ, വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ്? അത് മൈക്രോഫോൺ ആണ്. കിട്ടിയോ? അപ്പൊ ഈ 4 കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കാം. ശബ്ദത്തിന് ഗ്രാഫിക് ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓസിലോസ്കോപ്പ്. ശബ്ദ പരീക്ഷണം നടത്തുന്ന പരീക്ഷണശാലയിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണോമീറ്റർ. ശബ്ദം ഉപയോഗിച്ച് ദൂരം അളക്കുന്ന ഉപകരണമാണ് സോണാർ. ആൻഡ് ദെൻ ശബ്ദ തരംഗങ്ങളെ വൈദ്യുത സ്പന്ദനങ്ങളാക്കി മാറ്റുന്ന ഉപകരണമാണ് മൈക്രോഫോൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആൻഡ് ദെൻ നമ്മള് മറ്റു ചില കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്?
ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണം ഏതാണെന്ന് അറിയാലോ? ഏതാണ്? റിക്ടർ സ്കെയിൽ ആണ് അല്ലെ? എല്ലാവർക്കും അറിയാന്ന് വിചാരിക്കുന്നു. ഭൂകമ്പങ്ങളുടെ തീവ്രത നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റിക്ടർ സ്കെയിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭൂകമ്പം, വൻ സ്ഫോടനങ്ങള് അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനം ഇങ്ങനെയുള്ള ഫലമായിട്ട് ഭൂമി പാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗങ്ങൾ, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിന്റെ ഫലമായി ഭൂമി പാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗങ്ങളെ എന്താ പറയുന്നത്? സീസ്മിക് തരംഗങ്ങളാണെന്ന് കേട്ടോ. സീസ്മിക് തരംഗങ്ങള്, സീസ്മിക് തരംഗങ്ങള്, സീസ്മിക് തരംഗങ്ങള് കിട്ടിയോ? സീസ്മിക് തരംഗങ്ങൾ. എന്താണ് സീസ്മിക് തരംഗങ്ങൾ എന്ന് പറഞ്ഞത്? ഭൂകമ്പം അല്ലെങ്കിൽ വൻ സ്ഫോടനങ്ങള്, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഇവയൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഇതിന്റെ ഫലമായിട്ട് ഭൂപാളികളിലൂടെ സഞ്ചരിക്കുന്ന തരംഗമാണ് സീസ്മിക് തരംഗങ്ങൾ. സീസ്മിക് തരംഗങ്ങളെ കുറിച്ചുള്ള പഠനം സീസ്മോളജി കേട്ടോ. സീസ്മോളജി, സീസ്മോളജി അതുകൂടെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇനി അനുരണനവും ആവർത്തന പ്രതിഫലനവും അതുകൂടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞേക്കാം. അതുകൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതായത് ഈ അനുരണനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അനുരണനം. എന്താണ് അനുരണനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ആവർത്തന പ്രതിപതനത്തിന്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കത്തിനെ പറയുന്ന പേരാണ്. ആവർത്തന പ്രതിപതനത്തിന്റെ ഫലമായിട്ട് തുടർച്ചയായിട്ട് എന്തുണ്ടാവുന്നു? ആ മുഴക്കം ഉണ്ടാവുന്നു. ഈ മുഴക്കത്തെ പറയുന്ന പേരാണ് അനുരണനം. അനുരണനം എന്ന് പറയുന്നത് കേട്ടോ. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി നിങ്ങൾ വെച്ചിരിക്കുക കേട്ടോ. ശബ്ദം വ്യത്യസ്ത വസ്തുക്കളിൽ തട്ടി തുടർച്ചയായി പ്രതിപദിക്കുന്ന ശബ്ദമാണ് എന്ന് പറയുന്നത് ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനം എന്ന് പറയുന്നത്. എന്താണ്? ശബ്ദം വ്യത്യസ്തമായ വസ്തുക്കളിൽ തട്ടി തുടർച്ചയായി ആവർത്തിച്ച് എന്ത് ചെയ്യാണ്? പ്രതിപദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനം. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് എന്ന് പറയും ശബ്ദത്തിന്റെ ആവർത്തന പ്രതിപതനം. അതുകൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ. ഒന്ന് ജസ്റ്റ് മനസ്സിലേക്ക് ഒന്ന് വെച്ചിരുന്നാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ശ്രവണ സ്ഥിരത നമ്മൾ പഠിച്ചു, ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒരു ശബ്ദം ചെവിയിൽ ഉണ്ടാക്കുന്ന ശ്രവണാനുഭവം, ഞാൻ ഈ പറയുന്ന കാര്യം ഞാൻ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു, ആ ഒരു കാര്യം നമ്മുടെ ചെവിയില് എത്ര നേരം ഇങ്ങനെ തങ്ങി നിൽക്കും? അതായത് 10ൽ 1 അല്ലെ? 10ൽ 1 സെക്കൻഡ്, അല്ലെങ്കിൽ നമ്മൾ പോയിന്റിൽ പറയുമ്പോൾ 0.1 സെക്കൻഡ് സമയത്ത് നമ്മുടെ ചെവിയിൽ തന്നെ തങ്ങി നിൽക്കും. അപ്പൊ ഇതിനെ പറയുന്ന ഈ ഒരു പ്രത്യേകതയെ പറയുന്ന പേരാണ് ഏതെന്ന് പറയുന്നത്? പെർസിസ്റ്റൻസ് ഓഫ് ഓഡിയബിലിറ്റി, അല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് ശ്രവണ സ്ഥിരത എന്ന് പറയാം കേട്ടോ. ശ്രവണ സ്ഥിരത എന്ന് പറയാം. ശ്രവണ സ്ഥിരത, ശ്രവണ സ്ഥിരത. ഇനി ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ജനൽ കമ്പികൾ വിറയ്ക്കാനുള്ള കാരണം ശബ്ദത്തിന്റെ ഒരു പ്രതിഭാസമാണത്. ഇടിമിന്നൽ ഉണ്ടാകുന്ന സമയത്ത് ജനൽ കമ്പികൾ എന്ത് ചെയ്യും? വിറകൊള്ളാറുണ്ട്. ഇങ്ങനെ വിറയ്ക്കുന്നതിന് കാരണം എന്താണ്? വിറയ്ക്കുന്നതിന് കാരണം അനുനാദമാണ് കേട്ടോ. അനുനാദം, അനുനാദം. ആ ഒരു ഉദാഹരണം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇടി വെട്ടുമ്പോ ജനൽ കമ്പികൾ വിറയ്ക്കാറുണ്ട്. ഇതിന് കാരണം എന്താണ്? അനുനാദമാണ് കേട്ടോ. അനുനാദമാണ്. അതുകൂടെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരിക്കുക. പരമാവധി കാര്യങ്ങള് പറഞ്ഞു പോയിട്ടുണ്ട്. മാക്സിമം കാര്യങ്ങള് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങള് നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ എല്ലാം പഠിക്കുക. അതിന്റെ കൂട്ടത്തിൽ ഒരിക്കലും വിട്ടുപോകാതെ എന്താ ചെയ്യുക? ഈ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ വൈദ്യുത സ്പന്ദങ്ങളെ ശബ്ദോർജ്ജമായി മാറ്റുന്നതാണ് ലൗഡ് സ്പീക്കർ. ശബ്ദത്തിന്റെ പ്രതിഫലനം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് മെഗാഫോൺ, സ്റ്റെതസ്കോപ്പ്. ഇവയും മനസ്സിലേക്ക് വെക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫിസിക്സിന്റെ ബാലൻസ് ഉള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള പരമാവധി ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കറിയാം എന്താണ് PSC തന്നിരിക്കുന്ന ആ ഒരു സബ്ജക്റ്റിന്റെ എല്ലാ കാര്യങ്ങളും പറയുക എന്നുള്ളത് എന്താണ് നമുക്ക് പറ്റില്ല അല്ലേ? അപ്പോൾ അതിൽ നിന്ന് തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനമുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു ചെറിയ സമയത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പരമാവധി ക്ലാസ് മുഴുവനായി കേൾക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ദെൻ എല്ലാവരും നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുക. എക്സാം ഇങ്ങനെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ട്രിവാൻഡ്രംകാർക്കെല്ലാം ഒരു ഓൾ ദ ബെസ്റ്റ് പറയാണ്. നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്നായി തന്നെ എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ റിവിഷനുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്. വളരെ നന്നായി തന്നെ എല്ലാവർക്കും പഠിക്കാൻ കഴിയട്ടെ, എല്ലാവർക്കും എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നന്ദി.